തൃശൂർ മാളയിൽ 6 വയസ്സുകാരനെ അയൽവാസി കൊല്ലപ്പെട്ടത് താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ UKG വിദ്യാർത്ഥി ആബേൽ. മാള സ്വദേശി ജോജോ കസ്റ്റഡിയിൽ. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, ഏറെ സങ്കടപ്പെടുത്തുന്ന, അമ്പരപ്പുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിയോട് ഈ ക്രൂരത കാണിച്ചത്? ഗൂഗിൾ, ഈ പ്രതിയായ ജോജോ ഈ 6 വയസ്സുകാരന്റെ വീടിന് തൊട്ട് സമീപത്ത് താമസിക്കുന്നതാണ്. മുൻപ് ഈ കുട്ടിയുമായോ അല്ലെങ്കിൽ കുടുംബവുമായോ അത്ര വലിയ പ്രശ്നങ്ങളുള്ള ആളല്ല നിലവിൽ കസ്റ്റഡിയിലുള്ള ജോജോ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ കുട്ടി വീട്ടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ജോജോ ഈ കുട്ടിയെ സമീപിക്കുകയും ലൈംഗികമായി മോശം ഭാഷയിൽ സംസാരിക്കുകയും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ബലമായി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത് ഈ ജോജോയെ തന്നെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരമാണ്. എന്നാൽ ഈ ബലപ്രയോഗത്തെ കുട്ടി എതിർക്കുകയും വീട്ടിൽ അമ്മയോട് ഈ കാര്യം പറയും എന്ന് ജോജോയോട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ വൈരാഗ്യത്തിൽ ഈ കുട്ടിയെ അവിടെ നിന്ന് ഓടിക്കുകയും ഈ ഓടിയ വഴി സമീപത്തുണ്ടായിരുന്ന വീടിന്റെ തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസിനോട് നിലവിൽ ജോജോ പറഞ്ഞിരിക്കുന്ന മൊഴി. ഇതിനു മുൻപ് ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ കുട്ടി അസഭ്യം വിളിച്ചു. അതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്നുള്ളതായിരുന്നു മൊഴി. പോലീസ് അത് വിശ്വാസത്തിലെടുത്തില്ല. പിന്നീട് വിശദമായി ചോദ്യം ചെയ്തതിനിടെയാണ് ഈ പ്രകൃതി വിരുദ്ധ പീഡനത്തിന്റെ വിവരം ജോജോ തന്നെ പോലീസിനോട് പറയുന്നത്. അത്ര നല്ല പശ്ചാത്തലമുള്ള ആളല്ല ജോജോ എന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് 3 മാസത്തോളം ഇയാൾ ജയിലിൽ കഴിഞ്ഞതാണ്. ഈ ബൈക്ക് മോഷണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ജോജോ എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അയാളെ ഇപ്പോഴും കസ്റ്റഡിയിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും ഉദ്ദേശം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ, മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത്. തൃശൂർ റൂറൽ SP യുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഈ 6 വയസ്സുകാരന്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഗൂഗിൾ. അശ്വിൻ പാലാഴിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയന്റെ ഒരു പ്രതികരണവും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. ഇതൊരു വൈകിട്ട് 6:30 കൂടിയിട്ടാണ് കൊച്ചു മിസ്സായ കാര്യം ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ തന്നെ പോലീസിനെ ഞാൻ അറിയിച്ചു. ഞാനും പോലീസ് സംഘവും കൂടിയാണ് ഒന്നിച്ച് ചെന്നത്. അപ്പോൾ ഈ പ്രതി ഞങ്ങൾക്കൊപ്പം തന്നെ ഇത് കുട്ടീനെ അന്വേഷിച്ച് കൊടുക്കാൻ ഞങ്ങളൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പെരുമാറ്റത്തിലുള്ള സംശയം കൊണ്ടാണ് ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതും പോലീസ് ഇവനെ ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ നിർബന്ധിച്ചതും. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു പോലീസ് കൊച്ചു കുളത്തിൽ വീഴുന്നതായിട്ട് കണ്ടുവന്നാണ് ആദ്യം പറഞ്ഞത്. ആ കുളത്തിൽ തപ്പിയപ്പോൾ തന്നെ ബോഡി കിട്ടി. ബോഡി ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ തന്നെ നേരെ ഇപ്പോൾ ഉണ്ടായി മറിയന്തരാസ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പേരിൽ ഒട്ടനവധി 1-2 കളവ് കേസിലെ പ്രതിയാണ് അവൻ. പിന്നെ അവൻ്റെ മോറൽ ഓഫ് സ്വഭാവം അത്ര ശരിയല്ലാത്തൊരുത്തനാണ്. 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ പ്രതിയുടെ ദൃശ്യമാണ്. ജോജോയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ കുട്ടി കാണാതായി വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസും ജനപ്രതിനിധികളും അടക്കം തെരച്ചിലിനിറങ്ങിയപ്പോൾ അവർക്കൊപ്പം കൂടിയിരുന്നു ഈ ജോജോ എന്ന് കൂടിയാണ് ഇപ്പോൾ കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞത്. പിന്നീടുള്ള സംശയത്തെ തുടർന്നാണ് ഈ ജോജോയെ കസ്റ്റഡിയിലെടുക്കുന്നതും വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ ക്രൂരത പുറത്തു വരികയും ചെയ്തത്.